ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. വീണ്ടും എൻ്റെ വ്ളോഗിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, പോക്കർ എന്ന കളിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ കാസിനോ എന്നൊക്കെ പറയുന്ന സംഭവം കേട്ടിട്ടില്ലേ? അതിൻ്റെ ഉള്ളിൽ കാശ് വെച്ച് കളിക്കുന്ന ചീട്ടുകളെയാണ് ഈ പോക്കർ. ഇതിലൂടെ കുറെ ആൾക്കാർ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ പൈസ പോയ ആൾക്കാരുണ്ട്. അതിൽ പൈസ ഉണ്ടാക്കിയ ഒരു മഹത് വ്യക്തി എന്നൊന്നും പറയാൻ പറ്റില്ല, പൈസ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ഡാൻ ബിൽസേറിയൻ. ഈ ഡാൻ ബിൽസേറിയൻ എന്ന് പറയുന്നത് പോൾ ബിൽസേറിയന്റെ മകനാണ്. പോൾ ബിൽസേറിയൻ കോർപ്പറേറ്റ് ടേക്ക് ഓവർ സ്പെഷ്യലിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ കുറെ പൂത്ത പൈസ ഉണ്ട്. ഓക്കെ, അതെന്ത് ചെയ്തു? ഇത് ഒരു ഡാൻ ബിൽസേറിയൻ ഒരു അനിയനും കൂടി ഉണ്ട്, അതിന്റെ പേരാണ് ആദം ബിൽസേറിയൻ. ഇവർക്ക് രണ്ടുപേർക്കും കുറച്ച് പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മക്കളെ, നിങ്ങൾ ഇനി ജീവിച്ചോ ഈ പൈസയും വെച്ച്. ഓക്കെ, ഡാൻ ബിൽസേറിനും ആദം ബിൽസേറിനും കൂടി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പോക്കർ കളി തുടങ്ങി. ഇവന്മാര് പോക്കറിലൂടെ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കി. ഡാൻ ബിൽസേറിനാണ് പക്ഷെ ഫേമസ്, കാരണം അദ്ദേഹത്തിന്റെ ജീവിത രീതിയാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂർ അയാൾക്ക് പെണ്ണുങ്ങൾ കൂടെ വേണം, അതും മോഡൽസ് തന്നെ ആയിരിക്കണം, അത് നിർബന്ധം അയാൾക്ക്. ഓക്കെ, നല്ല അടിപൊളി ഒരു വീട് ഈ ഇടയ്ക്ക് നല്ലൊരു വീട് വെച്ചിട്ടുണ്ട് ആള്. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ കാണിച്ചു തരാം. പ്ലസ് നല്ലപോലെ മദ്യപിക്കും, നല്ലപോലെ ഡ്രഗ്സ് അടിക്കും. 32 വയസ്സിനുള്ളിൽ 2 അറ്റാക്ക് ഓൾറെഡി കഴിഞ്ഞു. ഡിസംബർ 7, 1980 ഈ മനുഷ്യൻ ജനിക്കുന്നത്. ഈ ഡിസംബറിൽ ആൾക്ക് 40 വയസ്സാവും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണേ, 32 വയസ്സിൽ ഓൾറെഡി 2 അറ്റാക്ക് വന്നു. അപ്പൊ എന്ത് ഡ്രഗ് അടി ആയിരിക്കും? ഓക്കെ, ഇതിനെക്കുറിച്ചുള്ള പ്രൂഫൊന്നും എൻ്റെ ഇല്ല, സോ അതിനോട് ഞാൻ ഇതായിട്ട് പറയുന്നുമില്ല. എങ്കിലും ഇതൊക്കെയാണ് ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് അയാളെ കുറിച്ച് കിട്ടിയ വിവരങ്ങൾ. 2008 വേൾഡ് സീരീസ് ഓഫ് പോക്കർ മെയിൻ ഇവന്റിൽ 180ാം സ്ഥാനമാണ് അയാൾക്ക് കിട്ടിയത്. അതിലൂടെ ദ ഫണ്ണിയസ്റ്റ് പോക്കർ പ്ലെയർ ഇൻ ദ വേൾഡ് എന്ന ചെല്ലപ്പേരും അയാൾക്ക് കിട്ടി. ഇനിയുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ 32.3 മില്യൺ ഫോളോവേഴ്സ് ആണുള്ളത്. അതിലൂടെ വേറെ ചെല്ലപ്പേരും കിട്ടിയിട്ടുണ്ട്, ദ കിങ് ഓഫ് ഇൻസ്റ്റ. ഗൂഗിൾ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ അതായത് കിങ് ഓഫ് ഇൻസ്റ്റ, ഇയാളുടെ പടമായിരിക്കും ഫസ്റ്റ് വരാം, ഡാൻ ബിൽസേറിയന്റെ. അത്രയും ഫേമസ് ആണ് ആ മനുഷ്യൻ. പോക്കർ കളി കളിച്ചിട്ട് ഒരു കളിയിൽ 2014 ഒരു കളിയിൽ അയാൾ ജയിച്ചത് 1,08,00,000. വിശ്വസിക്കാൻ കഴിയുമോ? 2014 ഫുൾ കൊല്ലം അയാൾ ജയിച്ചുണ്ടാക്കിയ പൈസ പറയുന്നത് 375.25 കോടി രൂപ. ഒരൊറ്റ കൊല്ലം കൊണ്ട് അയാൾ ഉണ്ടാക്കിയെടുത്തത്, അതും പോക്കർ കളിച്ചത്. ചീട്ട് കളിക്കുമ്പോൾ വീട്ടിൽ നമ്മുടെ നാട്ടിലൊക്കെ ചീട്ട് കളിച്ച് കഴിഞ്ഞാൽ ഓടിക്കും അല്ലേ, പൈസ വെച്ച് ഓടിച്ച്. അതുപോലെ തന്നെ ഇവര് ലീഗലായിട്ട് കളിക്കുന്നതാണ്, കാസിനോയിൽ പോയിട്ട് ലീഗലായിട്ട് കളിക്കുന്നതാണ്. അതിലൂടെ ഇഷ്ടം പോലെ ആൾക്കാർ നശിച്ചു പോകുന്നുണ്ട്. ഇതുപോലെ കുറച്ചെണ്ണൊക്കെ രക്ഷപ്പെട്ടൊക്കെ പോകും. അതിൽ ഒരെണ്ണമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇവരെ കുറിച്ചൊക്കെ സംസാരിക്കേണ്ടി വരുന്നത്. എന്തായാലും ഇതുവരെ ഒരു പോക്കർ കളിച്ച് നഷ്ടപ്പെട്ട ഏറ്റവും വലിയ എമൗണ്ട് എന്ന് പറയുന്നത് 27 കോടി രൂപയാണ്. ഒരൊറ്റ കളിയിൽ ആൾക്ക് നഷ്ടപ്പെട്ടുള്ളത് 27 കോടി രൂപയൊക്കെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനുള്ള ആസ്തി ഉണ്ട് ആ മനുഷ്യൻ്റെ. ഓക്കെ, അപ്പോൾ ആളുടെ ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ ആയിരിക്കും അല്ലെ. സ്പോർട്സ് കാർസ്, ഗേൾസ്, ഡ്രഗ്സ്, ലിക്കർ, പാർട്ടി, ഇത് ഫുൾ ലൈഫേ എങ്ങനെയാണ്. ഡാൻ ബിൽസേറിയനെ പോലെ ഒരു ദിവസമെങ്കിലും ജീവിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ പയ്യന്മാരൊക്കെ ഉണ്ട്, ചെറുപ്പക്കാരുണ്ട്. പൊന്നോ, ക്ലയന്റ് ഒന്നും ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇപ്പോൾ ഉള്ളത് തന്നെ വലിയൊരു കാര്യം തന്നെ. ഡാനിന്റെ ഒരു കമ്പനിയൊക്കെ ഉണ്ട്, ഇഗ്നൈറ്റ് ഇന്റർനാഷണൽ ബ്രാൻഡ് ലിമിറ്റഡ്. നമ്മൾ ഈ സിഗരറ്റ്സ്, ഇലക്ട്രോണിക് സിഗരറ്റ്സ്, വോഡ്ക, വാട്ടർ ബോട്ടിൽസ്, CBD ഓയിൽസ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പ്രൊഡക്ട്സ്. പിന്നെ ഇതിൽ ഏറ്റവും വലിയ വിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ വേണ്ടി ഭയങ്കര ആഗ്രഹമായിരുന്നു ആൾക്ക്. അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ നടന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്താണ് ഡൊണാൾഡ് ട്രംപ് കയറിയത്. അപ്പോൾ പിന്നെ പുള്ളിക്ക് സപ്പോർട്ട് തന്നു. അങ്ങനെ ആ ഒരു ആഗ്രഹം അവിടെ ഉപേക്ഷിച്ചു എന്നാണ് കേട്ടത്. ഇനിയും തിരിച്ചു വരുമെന്ന് അറിയില്ല. സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതുവരെ 6-7 സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് മനുഷ്യൻ. ഫസ്റ്റ് സിനിമ അഭിനയിച്ചത് വളരെ രസകരമായ ഒരു കാര്യമായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലോൺ സർവൈവർ എന്ന് പറയുന്നൊരു ഇംഗ്ലീഷ് മൂവി ഉണ്ട്. അതിലാണ് ആദ്യമായിട്ട് ഡാൻ ബിൽസേറിയൻ അഭിനയിച്ചത്. കാരണം 1 മില്യൺ ആണ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആള് പൈസ ഇറക്കിയിട്ട് തന്നെ കയറിയത്. ആള് വെച്ചൊരു ഡിമാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 80 വേർഡ്സ് ഉള്ള ഒരു ഡയലോഗ് ഒരു 8 മിനിറ്റ് സ്ക്രീനിൽ തന്നെ കാണിക്കണം. ഇത്ര പറഞ്ഞിട്ടുള്ളൂ. പാവം സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ 1 മിനിറ്റ് പോലും ഉണ്ടായിരുന്നില്ല അയാളുടെ സീൻ. ഒരൊറ്റ സെന്റൻസ് ഡയലോഗും. സമ്മതിക്കുമോ? നേരെ കൊണ്ട് കേസ് കൊടുത്തു. എനിക്ക് 1.2 മില്യൺ വേണം, കാരണം 1 മില്യൺ ഞാൻ ലോൺ എടുത്തതും 20% അതിന്റെ ഇൻട്രസ്റ്റും, എനിക്കിത് കിട്ടിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ അയാൾ കേസ് കൊടുത്തത് ശരി തന്നെ. പടം ഇറങ്ങി, നല്ല ഹിറ്റായി പടം. 1.5 മില്യൺ പ്രോഫിറ്റ് കിട്ടി. പിന്നെ ആ കേസ് അങ്ങ് പിൻവലിച്ചാണ്, കാരണം പൈസ കിട്ടിയല്ലോ. അതൊരു നല്ല മനസ്സാണ്. പൈസ കിട്ടി വീണ്ടും പിന്നെ അതിന്റെ പിന്നാലെ പോയില്ല, ആള് പിൻവലിച്ച് കാശ് കീശയിലിട്ട് പോയി. അതുപോലെ
വേറെ ഇഷ്ടംപോലെ പടങ്ങളൊക്കെ ഉണ്ട്. ആ പടങ്ങളുടെ ലിസ്റ്റ് കാണുന്നതാണ് അയാൾ അഭിനയിച്ച മൂവീസ് എല്ലാം. പിന്നെ കുറച്ച് ക്രിമിനൽ റെക്കോർഡ്സ് ഒക്കെ ഉണ്ട് അയാൾക്ക്. ഡാൻ ബിൽസേറിയൻ ഒരു ദിവസം മയാമി നൈറ്റ് ക്ലബ്ബിൽ പോയി. നമ്മുടെ ആളുടെ കൂടെയുള്ള ഗേൾസൊക്കെ കൂടിയാണ് പോയത്. അവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെണ്ണായിട്ട്, ഇവന്റെ കൂടെയുള്ള ഒരു പെണ്ണായിട്ട് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കശപിശയായ സമയത്ത് ഡാൻ ബിൽസേറിയൻ വന്നിട്ട് അയാൾ പിടിച്ചു മാറ്റിയായിരുന്നു. പിടിച്ചു മാറ്റുന്നതിന്റെ ഇടയിൽ ആ പെണ്ണ് തന്നെ ഒരു മോഡലായിരുന്നു. വെനസ ഗെസ്താനോ എന്നായിരുന്നു ആ മോഡലിന്റെ പേര്. പിടിച്ചു മാറ്റുന്നതിന്റെ ഇടയിൽ ഡാൻ ബിൽസേറിയൻ ആ മോഡലിന്റെ മുഖം ഇടിച്ച് പൊളിച്ചു എന്നാണ് കേട്ടത്. ഡാൻ പറയുന്നത് വെച്ചാൽ വെനസ മാത്രമായിരുന്നില്ല, വെനസയുടെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു പെൺകുട്ടി തന്നെയായിരുന്നു. ഇവർ രണ്ടുപേരും കൂടിയിട്ടായിരുന്നു ഡാനിന്റെ കൂടെയുള്ള പെണ്ണ് ആക്രമിച്ചത്. അതിനൊന്ന് പിടിച്ചു മാറ്റിയുള്ളൂ, ഇയാൾ ഇടിച്ചൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. വെനസ എന്ന് പറയുന്ന മോഡല് നേരെ കൊണ്ട് കേസ് കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് 1 മില്യൺ നഷ്ടപരിഹാരം വേണം എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തു. പക്ഷെ കേസ് തള്ളിപ്പോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ക്ലബിന്റെ അവിടുത്തെ വീഡിയോ എടുത്ത് പോലീസ് പറഞ്ഞു അതിലൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു സംഭവം ക്ലോസ് ചെയ്തു. അത് പിന്നെ പൈസക്കാർക്ക് അറിയാവുന്ന അത് ക്ലോസ് ചെയ്ത് പോയി. അതുപോലെ തന്നെ അടുത്തൊരു കേസ്, ഒരു ഫോട്ടോഷൂട്ട് ഇറങ്ങാം. ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഡാൻ ബിൽസേറിനുണ്ട് ഒരു പോൺ സ്റ്റാറിനെയാണ് ഒരു മാഗസിൻ സെലക്ട് ചെയ്തത്. ഈ പോൺ സ്റ്റാറിനെ ഒരു വീടിന്റെ മുകളിൽ നിന്ന് നെയ്ക്കഡായിട്ട് എടുത്ത് പൂളിലേക്ക് എറിയുന്ന ഒരു സീനാണ് ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നത്. എറിഞ്ഞ സമയത്ത് പാവം പെണ്ണ് പൂളിലല്ല വീണ, പൂളിന്റെ സൈഡിലൊന്ന് തട്ടി അതിന്റെ കാലൊടിഞ്ഞു. അവള് പറഞ്ഞു എനിക്കൊരു $85,000 വേണം എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. അതും കേസ് തള്ളിപ്പോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡാൻ ബിൽസേറിയൻ ജസ്റ്റ് ഒരു മോഡലാണ്. മാഗസിൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവള് ഓൾറെഡി കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്, സോ പൈസ തരാൻ പറ്റില്ല. അതങ്ങനെ തള്ളിപ്പോയി. അങ്ങനെ ഇഷ്ടംപോലെ കേസുകൾ ഉണ്ടാകും. പിന്നെ കുറെ ഗൺ വെച്ചുള്ള പിന്നെ ബോംബ് ഉണ്ടാക്കിയ കേസ്, ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ള പേരിൽ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഡാൻ ബിൽസേറിന് വല്ലാണ്ട് അടി കിട്ടിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. 2017 റൂട്ട് 91 ഹാർവെസ്റ്റ് എന്നൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അമേരിക്കയിൽ. ആ സമയത്ത് 64 വയസ്സായ ഒരു മനുഷ്യൻ അയാളുടെ 32ാമത്തെ ഫ്ലോറിൽ നിന്ന് തോക്കെടുത്ത് ജനത്തെ മുഴുവൻ വെടിവെച്ച് കൊന്നു. 19 പേര് മരിച്ചു, 300 ആൾക്കാർക്ക് പരിക്കേറ്റു. ഇതാണ് റിപ്പോർട്ട് പ്രകാരം. അതിലും കൂടുതൽ മരിച്ചു എന്നൊക്കെയാണ് ശരിക്കും പറയപ്പെടുന്നത്. സ്റ്റീഫൻ പെഡോക്ക് എന്നായിരുന്നു അയാളുടെ പേര്. പോലീസ് അയാളെ തെരഞ്ഞ് ഫ്ലാറ്റിലെത്തിയപ്പോഴേക്കും അയാൾ മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. എന്താണ് ആ ചെയ്തതിന്റെ കാരണം എന്നറിയാൻ ആർക്കും ഇതുവരെ പറ്റിയിട്ടില്ല. ഭ്രാന്തായിരുന്നോ അതോ വേറെ എന്തെങ്കിലും ആയിരുന്നോ ആർക്കും അറിയില്ല. വെടിവെപ്പ് നടക്കുന്ന സമയത്ത് നമ്മുടെ നായകൻ ഡാൻ ബിൽസേറിയൻ അവിടെ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു. പ്ലസ് ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള പെൺപിള്ളേരും പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ഓടി ഒരു പോലീസിന്റെ വണ്ടിയുടെ സൈഡിലൊക്കെ വന്നിരിക്കുന്നതും പിന്നെ പോലീസിനോട് പോയി തോക്ക് ചോദിക്കുന്നതും വീട്ടിലേക്ക് പോയി തോക്കെടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കുറെ ഡയലോഗ്സ് ഒക്കെ ഉള്ള ഒരു വീഡിയോ കൂട്ടുകാരനോട് റെക്കോർഡ് ചെയ്യിപ്പിച്ച ഒരു വീഡിയോ ആൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. Calm down. Rihanna! Stay down. Stay down. Stay down. I don't care. I don't know who you are. Move. Jesus Christ. You want help? Dude, don't fucking, you know better than that. I'm just saying, I don't know who the fuck you are. I just showed you my cred. That's fine, I don't know who you are. Keep moving. Let's go. കണ്ടില്ലേ? അപ്പൊ ഈ വീഡിയോ ഇട്ടതിന് ശേഷം വളരെയധികം പ്രോബ്ലംസ് ആണ് ആൾ ഫേസ് ചെയ്യേണ്ടി വന്നത്. കാരണം പബ്ലിക്കിന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ആളുടെ കുറെ സംസാരങ്ങളും കാര്യങ്ങളും ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അത് ഭയങ്കര എതിരായിട്ടാണ് ആൾക്ക് വന്നത്. ഇതൊക്കെയാണ് അയാളുടെ കോൺട്രവേഴ്സീസ്. പിന്നെ ഈ അടുത്ത് കഴിഞ്ഞ I think 2019 ഒരു 60 million ഒരു വീടൊന്നും പറയാൻ പറ്റില്ല, അതൊരു സംഭവമാണ്. ഒന്ന് കാണാം. ബെൽ എയർ എസ്റ്റേറ്റ് എന്നാണ് ഈ വീടിന്റെ പേര്. എന്നാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം ഡാൻ ബിൽസേറിയൻ വാങ്ങിയതല്ല, ഇത് റെന്റ് എടുത്താണ്. കാരണം
ഇതിന്റെ ഓണർ വിൽക്കുന്നില്ല. വിൽക്കാൻ വെച്ചിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് $100 million ആയിരുന്നു. അത് ആരും വാങ്ങിക്കാനായിട്ട് റെഡി അല്ലാത്തതുകൊണ്ട് ഇത് റെന്റിന് കൊടുക്കാൻ തീരുമാനിച്ച് അത് വീണ്ടും കുറച്ച് 80 ആയി, പിന്നെ 70 ആയി, ഇപ്പൊ 60 million ഡാൻ ബിൽസേരിയം വന്നെടുത്തത്. 12 ബെഡ്റൂം, 25 ബാത്റൂം, ജിം, പൂൾ, ബാർ, പാർട്ടി ഏരിയ എല്ലാം ഉണ്ട്. ഇപ്പോ ഇവിടെയാണ് താമസം എന്നാണ് കേട്ടത്. എന്തായാലും സ്വയം പൊക്കി ഉള്ളതിനേക്കാൾ കൂടുതൽ ഉണ്ടെന്ന് പറയാ. ഈഗോ, പിന്നെ ഇടി, തല്ല്, പിന്നെ പെണ്ണ്, ഡ്രഗ്സ്, കള്ള്, ഇത്രയും നല്ല കാര്യങ്ങൾ മാത്രമേ ഇയാളെ കുറിച്ച് അറിയുന്ന ആർക്കും പറയാൻ പറ്റൂ. എന്നിട്ട് ഇയാൾ തന്നെ പറയും, ഡാൻ ബിൽസേരിയം പറയും, ഞാൻ നല്ലവനാണ് ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പറഞ്ഞുള്ള കുറച്ച് വീഡിയോസ് എല്ലാം വന്നിട്ടുണ്ട്. അതെല്ലാം ഓക്കെ, നന്നായാൽ അയാൾക്ക് നല്ലത് അല്ലേ. എന്തായാലും ഇതാണ് ഡാൻ ബിൽസേരിയം. ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനി സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. അടുത്ത വീഡിയോയുമായി എത്രയും പെട്ടെന്ന് ഞാൻ വരുന്നതായിരിക്കും.